ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് നമ്മൾ ചില മിടുക്കന്മാരെ കാണാറുണ്ട്. നല്ല കഴിവും പ്രാഗൽഭ്യവുമുള്ള നല്ല മിടുക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ആ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ നിർദ്ദേശങ്ങളാൽ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് പെട്ടുപോകാറുണ്ട്. അതായത് മിടുക്കന്മാരായി വന്ന് നമ്മെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന ചിലരുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സ്വാധീനം, മിടുക്കന്മാരെ വന്ന് നമ്മെ സ്വാധീനിച്ച് നമ്മുടെ ജീവിതത്തെ അവർ നിയന്ത്രിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ വിഷയം. നമുക്ക് ചിന്തിക്കാം. ഇത് സർവ്വസാധാരണമാണ്. ദുർമാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് വചനത്തിൽ തന്നെ ഒത്തിരി സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളിൽ അഥവാ സുഭാഷിതങ്ങളിൽ 28-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: നീതിമാനെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ അഥവാ തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ ചാടുന്നു. നീതിമാനെ, സത്യസന്ധനെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ കുഴിയിൽ വീഴുന്നു. അങ്ങനെ നീതിമാനെ വഴിതെറ്റിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ എത്ര ഏണസ്റ്റായിട്ട്, എത്ര സത്യസന്ധമായിട്ട്, എത്ര നല്ല ഉദ്ദേശത്തോടു കൂടെ ജീവിക്കുന്നുവോ അവിടെയെല്ലാം ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയാറില്ല നമ്മുടെ ജീവിതത്തിൽ, അവൻ പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. ഇത് സാധാരണയായിട്ട് മനുഷ്യർ പറയുന്നുണ്ട്. അല്ല, ഇനി നമ്മളൊരു അബദ്ധം ചെയ്തു, അവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ കുറ്റം ആരോപിച്ചാൽ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ആയിരിക്കുന്ന കുറ്റത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുമോ? കഴിയില്ല. തെറ്റ് ചെയ്തു പോയാൽ അത് തെറ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതെ മറ്റുള്ളവരുടെ സ്വാധീനം മനുഷ്യജീവിതത്തിലുണ്ടാകാം. അത് ശരിയോ തെറ്റോ, അത് നന്മയോ തിന്മയോ എന്ന് തിരിച്ചറിയാൻ എങ്ങനെ നമുക്ക് കഴിയും? വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണിത്. എല്ലാ തലങ്ങളിലും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കാം, എപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷേ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചില കുടുംബങ്ങളിൽ ചില മക്കൾ വഴിപിഴച്ചു പോകുന്നു. ഉടനെ എന്താ നീ ഇങ്ങനെ ചെയ്തേ? എനിക്കറിയില്ല, ഞാനങ്ങനെ അവരങ്ങനെ പറഞ്ഞ് ഞാനങ്ങനെ അങ്ങോട്ട് ചെയ്തു പോയി. അതായത് ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ വ്യക്തികൾ പറഞ്ഞപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു പോയി. ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവൻ അങ്ങനെ ചെയ്തു പോയി. അതെ, ഇത് സാധാരണയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞാലും ഈ പ്രശ്നം അവിടെ പ്രശ്നമായിട്ട് തന്നെ പിന്നീട് അവശേഷിക്കുകയാണ്. അബദ്ധം പറ്റിയിട്ട്, തെറ്റ് പറ്റിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? അതെ, അങ്ങനെ വരാതിരിക്കാൻ നമുക്കെന്താണ് മാർഗം? സുഭാഷിതങ്ങളിൽ 16-ാം അധ്യായത്തിൻ്റെ 29-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു: സാഹസക്കാരൻ അഥവാ അക്രമി കൂട്ടുകാരനെ വശീകരിച്ച് കൊള്ളരുതാത്ത വഴിയിൽ നടത്തുന്നു. നമ്മളോട് സ്നേഹമുള്ളവർ ഒരുപക്ഷെ നമ്മളെ പെട്ടെന്ന് സ്വാധീനിച്ചേക്കാം. അല്ലാത്തവരും തെറ്റായ ഉദ്ദേശത്തോടു കൂടെ നമ്മളെ വീഴിച്ചേക്കാം. അത് വഞ്ചനയുടെ രീതിയിലൊക്കെ നമ്മളെ വീഴിച്ചേക്കാം. അങ്ങനെയുള്ള പ്രലോഭകർ, ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, നമ്മുടെ കൂടെയുള്ള എപ്പോഴും കൂടെയുള്ളവരായിരിക്കാം, സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായിരിക്കാം. ഇങ്ങനെ
വേണ്ടപ്പെട്ടവർ പറയുന്നത് നന്മയോ തിന്മയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? വിശുദ്ധ വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ ഒരു വലിയ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശുദ്ധമുള്ള ആ വേദപുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ വളരെ മിടുക്കനായ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ വന്ന് ഒരു ദൈവപുരുഷനെ വഞ്ചിക്കുന്ന, വീഴ്ത്തുന്ന, ഇല്ലാതാക്കുന്ന, അതും സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ഇല്ലാതാക്കുന്ന ഒരനുഭവം വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്. അതിൽ 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. നമ്മളോട് നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളെ വീഴ്ത്തുന്ന, നമ്മളെ പ്രലോഭനത്തിൽപ്പെടുത്തുന്ന പല ആളുകളുണ്ടായേക്കാം. നമ്മേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരിക്കാം, നമ്മെപ്പോലെ തന്നെയുള്ളവരായിരിക്കാം. നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരെ താരതമ്യപ്പെടുത്തുന്നവരാണ്. അവന് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, അവനത് കിട്ടുമെങ്കിൽ എനിക്കത് കിട്ടും, ഇങ്ങനെ പറയുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സംഭവം എന്തെന്നറിയണ്ടേ? അത് വളരെ ശക്തമായൊരു സംഭവമാണ്. 13-ാം അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. യൊരോബയാം രാജാവ്, അഥവാ അത് സത്യവേദോസിൽ എഴുതിയിരിക്കുന്നത് യൊരോബയാം എന്നാണെങ്കിൽ POC ബൈബിളിൽ ജെറോബോവാം എന്നാണ് ആ രാജാവിൻ്റെ പേര്. ആ ജെറോബോവാം രാജാവ് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ ഒരു പുതിയ ആരാധനയും ശൈലിയും നടപ്പാക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യെരുശലേം ദേവാലയത്തിലേക്ക് ജനം ഒരുമിച്ച് കൂടി, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ രാജാവായി കഴിഞ്ഞപ്പോൾ ആ യൂദായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല. അങ്ങനെയിരിക്കെ ഇസ്രായേൽ ജനത്തോട് എതിർക്കാൻ യൊരോബയാം അല്ലെങ്കിൽ ജെറോബോവാം ചെയ്യുന്ന പദ്ധതിയാണ്. അവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ബേഥേലിൽ ഒരു കർത്താവ് കൽപ്പിച്ചതിന് എതിരായിട്ട് അവർ ബലിപീഠമുണ്ടാക്കി അന്യദൈവങ്ങൾക്ക് ആരാധന നടത്തി. അവിടേക്ക് ജെറോബോവാം രാജാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ദൈവപുരുഷനെ ദൈവം അയക്കുകയാണ്. ആ ദൈവപുരുഷൻ വന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ ആ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, അല്ലയോ ബലിപീഠമേ. ജെറോബോവാം രാജാവ് നിർമ്മിച്ചിട്ടുള്ള അന്യദൈവ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ബലിപീഠത്തെ നോക്കിക്കൊണ്ട് ഒരു ദൈവപുരുഷൻ വിളിച്ചു പറയുകയാണ്, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ബലിപീഠം പിളർന്ന് ഇതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദൈവപുരുഷൻ ബേഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് രാജാവ് പീഠത്തിനരികെ കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. ദൈവപുരുഷൻ കൽപ്പിക്കുകയാണ്, ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാരുടെ അസ്ഥികൾ ഇതിന്മേൽ ഹോമിക്കപ്പെടും. ഇത് കേട്ടപ്പോൾ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അവനെ പിടിക്കുക എന്ന് പറഞ്ഞ് കൈനീട്ടി ജെറോബോവാം രാജാവ്. ഉടനെ അവൻ്റെ കൈ മരവിച്ചു പോയി. അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെ പോയി. 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. ആ രാജാവിന് താക്കീതായിട്ടാണ് ഈ ദൈവപുരുഷൻ കൽപ്പിച്ചത്. ദൈവപുരുഷനോട് ജെറോബോവാം രാജാവിന് ഇപ്പോൾ അല്പം ആ ദേഷ്യം മാറിയിട്ട് അല്പം സ്നേഹവും ബഹുമാനവും ഭക്തിയും തോന്നുകയാണ്. ഉടനെ അവൻ പറഞ്ഞു, ദൈവപുരുഷൻ, നിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. എൻ്റെ കൈ ശുദ്ധമാക്കാൻ രാജാവ് അവനോട് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക, അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ.
ആ അപേക്ഷ കേട്ട് ഈ ദൈവപുരുഷൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടനെ യൊരോബയാം അല്ലെങ്കിൽ ജെറോബോവാം രാജാവിൻ്റെ കയ്യ് സുഖപ്പെട്ടു, രാജാവിൻ്റെ കരം പഴയപടിയായി. രാജാവിനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക. നല്ല ഒരു ക്ഷണം, ആത്മാർത്ഥതയോടെ, തികഞ്ഞ സ്നേഹത്തോടെ, തികഞ്ഞ ബഹുമാനത്തോടെ പറയുകയാണ്, നീ എനിക്ക് വലിയ ഉപകാരം ചെയ്തു, നിൻ്റെ ദൈവമാണ് ദൈവം, അതുകൊണ്ട് നീ കൊട്ടാരത്തിൽ വന്ന് എൻ്റെ സൽക്കാരം സ്വീകരിക്കുക, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യരൊക്കെ പെട്ടെന്ന് വീണുപോകും. മാത്രമല്ല, ദൈവപുരുഷൻ ചെയ്ത അടയാളത്തിൽ രാജാവ് മനം മാറ്റം വന്നു കഴിഞ്ഞു, ദൈവാരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കാം, വിചാരിക്കാം. എന്നാൽ ഈ ദൈവപുരുഷൻ പറയുകയാണ്, മറുപടിയായിട്ട് പറയുകയാണ്, നിൻ്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല, ഇവിടെ വച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. കാരണം ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവപുരുഷൻ്റെ മറുപടി അതാണ്. അവൻ രാജാവിൻ്റെ സൽക്കാരമോ രാജാവിൻ്റെ സമ്മാനമോ സ്വീകരിക്കാതെ അതിനെ നിരസിച്ചുകൊണ്ട് രാജാവിനെ എതിർത്ത് അവൻ പിന്മാറുകയാണ്. അവൻ ബേഥേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ കേൾക്കണേ, ഈ കൊട്ടാരത്തിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന 2 പേര് അവരുടെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു. അവരുടെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിലെ അവരുടെ പിതാവ്, അവരുടെ അപ്പൻ ഒരു പ്രവാചകനായിരുന്നു. ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും അവർ പിതാവിനെ അറിയിച്ചു. അവൻ ചോദിച്ചു, അവൻ ഏത് വഴിക്കാണ് പോയത്? അപ്പൻ ഈ മക്കളോട് ചോദിക്കുകയാണ്, അവൻ ഏത് വഴിക്കാണ് പോയത്? അവരാ വഴി കാണിച്ചു കൊടുത്തു. ഉടനെ ഈ വൃദ്ധനായ പിതാവായ പ്രവാചകൻ കഴുതയ്ക്ക് കൊപ്പ് കെട്ടി ജീനിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അവൻ ഒരു ഓക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടു. ഈ വൃദ്ധനായ ഈ പ്രവാചകൻ ചോദിച്ചു, അങ്ങാണോ യൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? അതെ, ഞാൻ തന്നെ. ദൈവപുരുഷൻ പ്രതിവചിച്ചു, അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക. ഈ വൃദ്ധനായ പ്രവാചകൻ്റെ അപേക്ഷയാണ്, അങ്ങ് എന്നോടൊപ്പം വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്നവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് അങ്ങയോടുകൂടെ വരാനോ അങ്ങയുടെ വീട്ടിൽ കയറാനോ പാടില്ല, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പോയ വഴിക്ക് മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതെ, കർത്താവ് ശക്തമായി ഈ ദൈവപുരുഷനോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. ഉടനെ ഈ വൃദ്ധനായ പിതാവ് ഈ പ്രവാചകൻ പറഞ്ഞു, അതാണ് 18-ാമത്തെ വചനം. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലൊരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. അവൻ പറഞ്ഞത് വ്യാജ്യമായിരുന്നു. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ പറഞ്ഞത് വ്യാജ്യമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെ വ്യാജ്യം പറഞ്ഞ് നമ്മെപ്പോലെ തന്നെയുള്ള ജീവിത അന്തസ്സിൽ ജീവിക്കുന്നവർ ഒരുപക്ഷെ വ്യാജ്യം പറഞ്ഞ് കളവ് പറഞ്ഞ് നമ്മെ വഞ്ചിച്ചേക്കാം, വീഴ്ത്തിയേക്കാം. ശ്രദ്ധയോടിരിക്കണം. ഇവിടെ ദൈവപുരുഷൻ കേൾക്കുകയാണ്, കർത്താവ് ദൂതൻ വഴി എന്നോട് കൽപ്പിച്ചു, നീ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ ദൈവപുരുഷൻ, അവനൊരു പ്രവാചകനല്ലേ, ദൈവം കൊടുത്ത സന്ദേശമല്ലേ, തെറ്റായിരിക്കില്ല, പോയേക്കാം എന്നുള്ള ധാരണയായിരിക്കാം ഒരുപക്ഷെ. ഈ ദൈവപുരുഷൻ ആ വൃദ്ധനായ പ്രവാചകൻ്റെ കൂടെ പോയി.
അവിടെ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അവൻ ഭക്ഷണത്തിലിരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചു കൊണ്ടുവന്ന പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യൂദായയിൽ വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു. അതെ, അതുകൊണ്ട് നിനക്കൊരു വലിയ പ്രതിസന്ധി വരുന്നു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരുടെ കൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അബദ്ധമായി തോന്നി, പെട്ടെന്ന് തെറ്റായി തോന്നി. അയ്യോ, ചെയ്യരുതായിരുന്നു. കർത്താവ് കൽപ്പിച്ചതിനെ എത്ര ഉന്നതനായിരുന്നാലും അതിൽ നിന്ന് വ്യതിചലിക്കരുതായിരുന്നു. എന്താ സംഭവിച്ചത്? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൃദ്ധനായ ഈ പ്രവാചകൻ കഴുതയ്ക്ക് ജീനിയിട്ടു, കഴുതയ്ക്ക് കൊപ്പ് കെട്ടി ദൈവപുരുഷനെ യാത്രയാക്കുകയാണ്. ദൈവപുരുഷൻ യാത്രയായി പോയി. അങ്ങനെ മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. 24-ാമത്തെ വചനം അങ്ങനെയാണ്. മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു. വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു. അവർ വൃദ്ധപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് ഈ വിവരം അറിയിച്ചു. നോക്കൂ, വൃദ്ധനായ പ്രവാചകൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച ദൈവപുരുഷൻ അവിടെ നിന്ന് യാത്രയായി തിരിച്ചു പോരുമ്പോൾ ഒരു സിംഹം അവനെ കടിച്ചു കൊന്നു. മാർഗമധ്യേ സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. ജഡത്തിനരികെ സിംഹം ഭക്ഷണത്തിന് വേണ്ടിയല്ല അവനെ കൊന്നത്, അല്ലെങ്കിൽ അവൻ യാത്ര ചെയ്ത കഴുതയെ സിംഹത്തിന് ഭക്ഷിക്കാമായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയല്ല അവനെ കൊന്നത്. അവൻ്റെ ജഡത്തിനരികെ അവനെ കൊന്ന സിംഹവും കഴുതയും നിൽക്കുകയാണ് ജീവനോടെ. ഉടനെ വഴിപോക്കർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അവർ ഈ വൃദ്ധനായ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കാണുന്നു. ഉടനെ വൃദ്ധപ്രവാചകൻ മനസ്സിലായി, ഇത് അവൻ തന്നെ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴിതെറ്റിക്കാൻ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടാകാം, പല വിധത്തിലുള്ള ദുഷ്ടസ്വാധീനങ്ങളുണ്ടാകാം. അത് ഇപ്പോൾ ഞാനൊരു അച്ഛനാ പറഞ്ഞത്, അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തേ എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തിയേക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അച്ഛനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ആത്മീയ അധികാരികളാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ദൈവം നമ്മോട് കൽപ്പിച്ചതിനെതിരെ അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? അത് ദൈവം കൽപ്പിക്കുന്ന മനസ്സിലാകുന്നത് തിരുവചനത്തിലൂടെയാണ്. തിരുവചനത്തിൽ ഊന്നി തിരുവചനങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ തെറ്റുകൂടാതെ നമുക്ക് ജീവിക്കാം. അതെ, ഇനി തീർന്നില്ല. ഇവിടെ ഈ വൃദ്ധപ്രവാചകൻ ഈ ദൈവപുരുഷൻ്റെ അന്ത്യത്തിന് കാരണമായി. നോക്കൂ, കർത്താവായ യേശു മിശിഹായുടെ അടുത്ത് ഇതുപോലെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ ഒരു വലിയ കാര്യം കാണാൻ കഴിയും. കർത്താവായ യേശു മിശിഹ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അഥവാ ആദ്യം ചോദിച്ചു, ഈ ജനമൊക്കെ എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാവാണെന്ന്, നീ പ്രവാചകന്മാരിൽ ഒരുത്തനാണ്, നീ യോഹന്നാൻ സ്നാപകനാണ് എന്നൊക്കെ പലരും പറയുന്നു. അപ്പോൾ തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ ചാടിക്കേറി സ്ലീഹന്മാരിൽ തലവനായ മിടുക്കുള്ളവനായ പത്രോസ്ലീഹ ചാടിക്കേറി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നു. ഉടനെ യേശു തമ്പുരാൻ അവനോട് കൽപ്പിച്ചു, യോനായുടെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ, നിനക്കത് വെളിപ്പെടുത്തുന്നത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തുന്നത് എന്ന് അവിടെ കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുകയാണ്. അങ്ങനെ പത്രോസ്ലീഹ ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിലായിരിക്കെ എന്നിട്ട് പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ സഭ സ്ഥാപിക്കും.
നരകകവാടങ്ങൾ അതിനെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് തരും. ഇങ്ങനെ കർത്താവായ യേശു മിശിഹ വിശ്വസ്തയോടെ വളരെ മിടുക്കുള്ള പത്രോസിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവായ യേശു മിശിഹ പറയുകയാണ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള പ്രവചനം നടത്തുമ്പോൾ അപ്പോൾ പത്രോസ് പറയുകയാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നോക്കൂ, എത്ര ആത്മാർത്ഥതയോടാണ് പത്രോസ് ലീഹ ഗുരുവായ കർത്താവ് യേശു മിശിഹായോട് പറയുന്നത്. പിതാവായ ദൈവം നിന്നിൽ കനിയട്ടെ, നിനക്കിങ്ങനെ സംഭവിക്കരുത്, നീ ഞങ്ങളുടെ ആശ്രയമാണെന്നുള്ള ബോധ്യത്തിൽ അവിടെ പത്രോസ് പറയുകയാണ്, നിനക്കിങ്ങനെ സംഭവിക്കരുത്, നിനക്കിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, മിടുക്കുള്ളവർ, ഇവിടെ പത്രോസ് ലീഹായ്ക്ക് ഒത്തിരി മിടുക്കും പ്രാഗൽഭ്യവും കഴിവും ഒക്കെയുണ്ട്. അത് ദൈവം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. എന്നിട്ട് പത്രോസ് ഇങ്ങനെ പറഞ്ഞത് തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ, അയ്യോ നിനക്കിങ്ങനെ സംഭവിക്കല്ലേ എന്ന് പത്രോസ് ദുഃഖത്തോടെ വേദനയോടെ പറഞ്ഞ് നാഥനെ ഗുരുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ കർത്താവ് പറയുന്ന മറുപടി കേൾക്കണം. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ്. നോക്കൂ, ഇതെന്താ പത്രോസ് ഇത്ര ആഗ്രഹത്തോടെ, ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ, താല്പര്യത്തോടെ, നല്ല ആശംസയോടെ ഗുരുവിനോട് പറയുകയാണ്, നിനക്കിങ്ങനൊന്നും സംഭവിക്കല്ലേ, ദൈവം നിന്നിൽ കനിയട്ടെ, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത്, സാത്താനെ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് തടസ്സമാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് സ്നേഹമായിട്ട് തോന്നാം, സന്തോഷമായിട്ട് തോന്നാം. കർത്താവിനോട് ഗുരുവിനോട് ഇങ്ങനെ നിനക്ക് ദോഷമൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞവനോട് കർത്താവായ യേശു മിശിഹ വിളിക്കുന്ന പേരെന്താണ്? സാത്താനെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വ്യഥകളും പ്രയാസങ്ങളുമൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടാകണം. ഇവിടെ പത്രോസിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു മിശിഹായെ ഇതുപോലെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ നേരത്തെ വന്നിരുന്നു. തൻ്റെ ഉപവാസം കഴിഞ്ഞ സമയത്ത് പല വിധത്തിൽ സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ പരിശ്രമിച്ചതാണ്. ഇവിടെ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മിടുക്കുള്ള സ്ലീഹന്മാരിൽ തലവനായ സ്വർഗത്തിലെ ദൂതന്മാർ പോലും പത്രോസിൻ്റെ പ്രാമാണിത്വത്തെ അംഗീകരിച്ചതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതെ, ആ പത്രോസിനെ പിശാച് ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവത്തെ പിന്തിരിപ്പിക്കാൻ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ സാധാരണമായിട്ടുണ്ടാകാം. നമ്മെ ദൈവിക പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പലരും ഉണ്ടായേക്കാം. ഇവിടെ പത്രോസ് പറയുന്നത് കേട്ട് കർത്താവ് അതിനോട് അനുകൂലമായി നിന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഇന്ന് നാം അനുഭവിക്കുന്ന രക്ഷയുടെ മാർഗം ലഭ്യമാകുമായിരുന്നില്ല. സർവശക്തനായ ദൈവത്തിന് വ്യക്തമായിട്ടറിയാം പത്രോസിനെ ഉപയോഗിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു മിശിഹാ സാത്താനെ എന്ന് പത്രോസിനെ വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മാർഗങ്ങളെ ആരെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ അത് എത്രമാത്രം ശരിയാണ്, എത്രമാത്രം ദൈവീകമാണ്, എത്രമാത്രം നന്മയുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, ആത്മാവിൻ്റെ പുരോഗതിക്ക്, നിത്യജീവന്, രക്ഷയ്ക്ക് എത്രമാത്രം അത് ഉതകുന്നതാണെന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കും? എങ്ങനെ നമുക്ക് സാധിക്കും? അതെ, അത് തിരുവചനത്തിലൂടെ മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത്. തിരുവചനത്തിലൂടെ നമുക്ക് സാധ്യമാകാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ
വളരെ ശ്രദ്ധയോടെ ആകുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ കർത്താവായ യേശുമിശിഹ കൽപ്പിക്കുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും തിരുലിഖിതങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടെങ്കിൽ നമ്മെ സ്വാധീനിക്കാൻ വരുന്നവൻ ഏത് വിധത്തിലും ഏത് ജീവിതാന്തസ്സിലുള്ളവനായിരുന്നാലും അവൻ പറയുന്നത് ദൈവപദ്ധതിയിലാണോ, ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്കാണോ, ജീവിതത്തിൻ്റെ വിജയത്തിലാണോ, നിത്യജീവൻ അവകാശമാക്കുന്നതിനാണോ, അതോ തിന്മയിലേക്ക് തള്ളിയിടാനാണോ അവനെ ഉപയോഗിക്കുന്ന സാത്താനാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ദൈവിക തിരുവചനത്തിലൂടെയും ദൈവിക ശക്തിയിലൂടെയുമാണ്. അങ്ങനെ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ ദുഷ്പ്രേരണകൾ നല്ല സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ നമ്മെ സമീപിക്കുമ്പോൾ അത് തിന്മയിലേക്കാണോ സാത്താൻ്റെ സ്വാധീനത്തിലേക്കാണോ നമ്മളെ വഴിവെക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കരുണയുള്ളവനായ കർത്താവ് യേശുമിശിഹായേ, അങ്ങയുടെ വിശുദ്ധനായ ശ്ലീഹായുടെ സാന്നിധ്യത്തിൽ അങ്ങേക്ക് തിന്മയൊന്നും ഭവിക്കരുത് എന്നവൻ പറഞ്ഞപ്പോൾ അങ്ങവനെ സാത്താനെ എന്ന് വിളിച്ചു. ദൈവപുരുഷനായി വന്ന ദൈവപുരുഷൻ്റെ പദ്ധതികളെ തകിടം മറിക്കാൻ വൃദ്ധനായ ഒരു പ്രവാചകൻ അതേ നിലയിൽ അവനെ സ്വാധീനിച്ചു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പദ്ധതിയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ, തെറ്റിക്കാൻ ആരെങ്കിലും ഉദ്യമിക്കുന്നെങ്കിൽ, പിശാചും അവൻ്റെ കൂട്ടാളികളും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ ഉയർന്ന ജീവിതാന്തസ്സിലുള്ളവരെ സ്വാധീനിക്കുന്നെങ്കിൽ, കർത്താവേ, അങ്ങ് കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ വിശുദ്ധമായ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തെറ്റുകളെ തിരിച്ചറിയാൻ തിരുവചനത്തിൽ ഊന്നി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കൊണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കൊണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.